എല്ലാവർക്കും എക്സാംസ് ഡെയിലി മലയാളത്തിലേക്ക് സ്വാഗതം. ഞാനിന്ന് പറയാൻ പോകുന്നത് SSC CGL എക്സാമിൻ്റെ സിലബസിനെ പറ്റിയാണ്. അപ്പോൾ SSC CGL എക്സാം എന്ന് പറയുന്നത് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ നടത്തുന്ന എക്സാമാണ്. നാഷണൽ ലെവൽ എക്സാമാണ്. എല്ലാ വർഷവും SSC CGL CHSL MTS പോലുള്ള എക്സാമുകൾ നടത്തി വരുന്നുണ്ട്. അതിനകത്ത് CGLൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാം എന്നാണ്. അതിൻ്റെ ക്വാളിഫിക്കേഷൻ ഗ്രാജുവേഷനാണ്. അതുപോലെ CHSL എക്സാം ഉണ്ട്, അത് കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ എക്സാം ആണ്. അതിൻ്റെ ക്വാളിഫിക്കേഷൻ +2 ആണ്. അതുപോലെ മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് എന്ന് പറഞ്ഞാണ് MTSൻ്റെ ഫുൾ ഫോം. ആ എക്സാം ക്വാളിഫിക്കേഷൻ 10th ലെവലാണ്. ഓക്കെ, അപ്പോൾ എല്ലാ വർഷവും SSC ഓരോ എക്സാം വീതം, അതായത് ഒരു CGL എക്സാം നടത്തുന്നുണ്ട്, ഒരു CHSL എക്സാം, MTS എക്സാം അങ്ങനെ നടത്തി വരുന്നുണ്ട്. അപ്പോൾ ഈ വർഷത്തെ SSC CGL എക്സാമിൻ്റെ ഡേറ്റിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. അപ്പോൾ ഏകദേശം ഇന്നത്തെ നോട്ടിഫിക്കേഷൻ എന്നാണ് പബ്ലിഷ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ 14th സെപ്റ്റംബർ ആണ് എക്സ്പെക്റ്റഡ് ഡേറ്റ് എന്ന് പറയുന്നത്. നോട്ടിഫിക്കേഷൻ ഇതുവരെ പബ്ലിഷ് ആയിട്ടില്ല. അപ്പോൾ നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ആയിക്കഴിഞ്ഞാൽ ഏകദേശം അന്ന് തന്നെ മിക്കവാറും രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യും. രജിസ്ട്രേഷൻ വിൻഡോ ഓപ്പൺ ആയിക്കഴിഞ്ഞാൽ എക്സാം എഴുതാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ എക്സാമിന് അപ്ലൈ ചെയ്യുക. പിന്നെ എക്സാം ഡേറ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഡിസംബർ ജനുവരി മാസമാണ്. ഡിസംബർ 22 അല്ലെങ്കിൽ 2023 ജനുവരിയിലേക്കൊക്കെ എക്സാം ഉണ്ടാകും. അപ്പോൾ അഡ്മിറ്റ് കാർഡ് ആണെങ്കിൽ നമ്മൾ എന്നാണോ എക്സാം ഡേറ്റ് വരുന്നത്, എക്സാം ഡേറ്റ് അതിൻ്റെ ഒരു 7 days ബിഫോർ നമുക്ക് അഡ്മിറ്റ് കാർഡ് ഓൺലൈനായിട്ട് വരും. ടയർ 2 എക്സാം, ടയർ 3, ടയർ 4 ഇതൊക്കെ അനൗൺസ് ചെയ്യുള്ളൂ. അപ്പോൾ എന്തായാലും ഇനി അടുത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SSC CGL എക്സാമിൻ്റെ സിലബസ് ആണ്. സിലബസിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് പറയാൻ പോവാണ്. അപ്പോൾ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് എന്ന് പറയുന്നത് ssc.nic.in ആണ്. എക്സാം ടൈപ്പ് എന്ന് പറയുന്നത് ഇത് നാഷണൽ ലെവൽ എക്സാം ആണ്. സെൻട്രൽ ഗവൺമെൻറ് സർവീസിലേക്കാണ് നമുക്ക് ഈ എക്സാം പാസ്സായി കഴിഞ്ഞാൽ ജോലി കിട്ടുന്നത്. എക്സാം പിന്നെ ഇതിൻ്റെ മോഡ് ഓഫ് ആപ്ലിക്കേഷൻ ഓൺലൈൻ ആപ്ലിക്കേഷനാണ്. ഇനി എലിജിബിലിറ്റി എന്നാണ് നമ്മൾ ഇന്ത്യൻ ആയിരിക്കണം. അതുപോലെ തന്നെ നമുക്ക് ഗ്രാജുവേഷൻ ഉണ്ടായിരിക്കണം. എക്സാം എന്ന് പറയുന്നത് 4 tiers ആയിട്ടാണ് നടക്കുന്നത്. Tier 1, Tier 2, Tier 3 ആൻഡ് Tier 4 ആണ്. അതിനകത്ത് Tier 1 60 minutesഉം, Tier 2 120 minutesഉം, Tier 3 60 minutesഉം, Tier 4 45 minutesഉം ആണ്. ഓക്കെ, അതിനകത്ത് Tier 1 4 സെക്ഷൻസ് ഉണ്ടാകും. Tier 2 4 പേപ്പേഴ്സ് ഉണ്ടാകും. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ അടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ക്ലാസ് ശ്രദ്ധിക്കുക. ഓക്കെ, ക്ലാസ്സിൻ്റെ അവസാനം ഞാൻ എങ്ങനെയാണ് എക്സാമിന് പ്രിപ്പയർ ചെയ്യേണ്ടത്, അത് നല്ല സ്കോർ കിട്ടാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് പറ്റി ടിപ്പും കൂടി പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ക്ലാസ് മുഴുവനായിട്ട് കാണുക. ഇനി SSC CGL എക്സാമിൻ്റെ Tier 1ഉം Tier 2ഉം ഒബ്ജക്റ്റീവ് ടൈപ്പാണ്. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. അപ്പോൾ അതിനകത്ത് 4 ചോയ്സസ് ഉണ്ടാകും. Tier 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പ്രത്യേകത അത് ഓഫ്ലൈൻ മോഡാണ്, പെൻ ആൻഡ് പേപ്പർ ടൈപ്പാണ്. ഓക്കെ, Tier 4 എന്ന് പറയുന്നത് സ്കിൽ ടെസ്റ്റ്, പ്രൊഫഷ്യൻസി ടെസ്റ്റ് ഒക്കെയാണ് വരുന്നത്. അതിനകത്ത് ആദ്യം നമ്മൾ പറഞ്ഞു കമ്പ്യൂട്ടർ ബേസ്, പെൻ ആൻഡ് പേപ്പർ. ഇത് എല്ലാം അതായത് Tier 4 എന്ന് പറയുന്നതും Tier 3 എന്ന് പറയുന്നതും എല്ലാവർക്കും കോമൺ ആയിട്ട് ഉണ്ടാവുന്നതല്ല. ചില പോസ്റ്റുകൾക്ക് അപ്ലൈ ചെയ്യുന്ന ആൾക്കാർക്ക് വരുന്നതാണ്. Tier 1 ആൻഡ് Tier 2 എല്ലാവർക്കും കോമൺ ആയിട്ട് എല്ലാ പോസ്റ്റിലുള്ള ആൾക്കാർക്കും അപ്ലൈ ചെയ്യേണ്ടതാണ്. ഇനി നമുക്ക് Tier 1ൻ്റെ ഏതൊക്കെ ടോപ്പിക്സ് ആണ് ഉള്ളത് നോക്കാം. 4 സെക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അതിനകത്ത് ഒരു സെക്ഷൻ ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് ആണ്. അതിൽ നിന്നും ഏകദേശം 25 ക്വസ്റ്റ്യൻസ് ആണ് അവിടെ നിന്ന് ചോദിക്കുന്നത്. 25 ക്വസ്റ്റ്യന് ഒരു ക്വസ്റ്റ്യൻ കറക്റ്റ് ആയി കഴിഞ്ഞാൽ ഇനി 2 മാർക്ക് കിട്ടും. അപ്പോൾ 25 ക്വസ്റ്റ്യന് 50 മാർക്സ്. ജനറൽ അവയർനെസ്സും 25 ക്വസ്റ്റ്യൻ ആണ്, 50 മാർക്സ് ആണ്. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡും 25 ക്വസ്റ്റ്യൻസ്, 50 മാർക്ക്. ഇംഗ്ലീഷ് കോംപ്രഹെൻഷനും 25 ക്വസ്റ്റ്യൻസ്, 50 മാർക്കാണ്. ടോട്ടൽ നമുക്ക് 100 ക്വസ്റ്റ്യൻ ഉണ്ട്. ഓരോ ക്വസ്റ്റ്യനും 2 മാർക്ക് ആയതുകൊണ്ട് ടോട്ടൽ മാർക്ക് 200ലാണ്. ഇനി ടൈം അലോ ചെയ്യുന്നത് ഏകദേശം 60 minutes ആണ്. അതായത് 1 മണിക്കൂറിൽ നമ്മൾ 100 ക്വസ്റ്റ്യന് ആൻസർ ചെയ്യണം. ഇനി നമുക്ക് കറക്റ്റ് ആൻസറിൻ്റെ കാര്യം പറഞ്ഞു, 2 മാർക്കാണ്. ഇനി ഒരു ആൻസർ തെറ്റിക്കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് 1/2 മാർക്ക് കട്ടായി പോകും. 0.5 ആണ് നെഗറ്റീവ് മാർക്കിംഗ് എന്ന് പറയുന്നത്.
പിന്നെ നമ്മൾക്കിപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ സിലബസ് കുറേ വാസ്റ്റായിട്ട് തന്നെ കിടക്കുന്നുണ്ട്. അതിനേക്കാളും ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമ്മൾ ഈ ക്വാണ്ടിറ്റേറ്റീവും റീസണിങ് ഒക്കെ ചെയ്യുമ്പോൾ നന്നായിട്ട് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആൻസർ ചെയ്യണം. നന്നായിട്ട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആൻസർ ചെയ്താൽ മാത്രമാണ് നമ്മൾക്ക് ആ ഒരു ക്വസ്റ്റ്യൻ്റെ ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നതെന്ന് പറ്റിയൊക്കെ ഉള്ളൊരു ഐഡിയ കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്ത് നോക്കുക. അതുപോലെ ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്ന് പറയുന്നത് നമുക്ക് നല്ല സ്പീഡ് ഉണ്ടാവണം, പ്ലസ് ആക്യുറസി. സ്പീഡും ആക്യുറസിയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത്. അപ്പോൾ എല്ലാവരും എക്സാംസ് ഒക്കെ മോക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്ത് നോക്കിയാൽ മാത്രമേ അതിനെപ്പറ്റി നമുക്ക് സ്പീഡൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ നെഗറ്റീവ് മാർക്കിംഗ് മാക്സിമം വരാതെ നോക്കണം. കാരണം നമുക്കിപ്പോൾ ഏകദേശം നമുക്കിപ്പോൾ 20 നമുക്ക് ക്വസ്റ്റ്യൻസ് കറക്റ്റ് ആയെങ്കിൽ 25 ക്വസ്റ്റ്യൻസ് ഉണ്ട്, നമുക്ക് 20 ക്വസ്റ്റ്യൻസ് കറക്റ്റ് ആയെങ്കിൽ 20 × 2 40 മാർക്സ് നമുക്ക് കിട്ടിയെന്ന് വിചാരിക്കാം. 40 മാർക്സ് കിട്ടിയില്ല. ഇപ്പോൾ നമ്മുടെ 5 ക്വസ്റ്റ്യൻസ് തെറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താകും? 0.5 കട്ടാവില്ലേ? 1/2 എന്ന് പറയുമ്പോൾ 2.5 മാർക്സ് നമുക്ക് കട്ടായി പോകും. അപ്പോൾ 20 മാർക്സിൽ എന്താണ് വീണ്ടും 2.5 നമുക്ക് കുറയും. അപ്പോൾ 7.5 മാർക്സ് ആയിരിക്കും നമുക്ക് അപ്പോൾ ഒരു സെക്ഷനിൽ ചിലപ്പോൾ കിട്ടുന്നുണ്ടാവുക. ഇതിന് സെക്ഷണൽ കട്ട് ഓഫും ഇല്ല, സെക്ഷണൽ കട്ട് ഓഫ് ഒന്നുമില്ല, ഓവറോൾ കട്ട് ഓഫ് ആണ് വരുന്നത്. പിന്നെ ഇതിനകത്ത് കുറച്ചും കൂടി സ്കോർ ചെയ്യാൻ എളുപ്പമുള്ള ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറൽ അവയർനെസ് ആണ്. കാരണം ഏറ്റവും കുറഞ്ഞ ടൈമിൽ നമുക്കത് ചെയ്തു തീർക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോവാം. അപ്പം ഇനി നമ്മൾ ടയർ 1ൻ്റെ കാര്യം നേരത്തെ പറഞ്ഞതാണ്. ടയർ 2ൻ്റെ കാര്യം എന്താണെന്ന് നോക്കാം. ടയർ 2ൻ്റെ പ്രത്യേകത ക്വാണ്ടിറ്റേറ്റീവ് എബിലിറ്റി, ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് കോംപ്രഹെൻഷൻ, സ്റ്റാറ്റിസ്റ്റിക്സ്, ജനറൽ സ്റ്റഡീസ് ആൻഡ് ഫിനാൻസ്, എക്കണോമിക്സ്. ഇതിനകത്ത് സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ ചില പോസ്റ്റുകൾക്കാണ് വരുന്നത്, സബ്ജക്റ്റായിട്ട് വരുന്നത്. അപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് എബിലിറ്റി എന്ന് പറയുന്നത് 100 മാർക്കിലാണ്. 100 മാർക്കിലല്ല, 100 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുന്നത്. അപ്പോൾ ഓരോ ക്വസ്റ്റ്യനും 2 മാർക്ക് വെച്ച് ടോട്ടൽ 200 മാർക്സിലാണ്. അത് 2 hours ആണ്. അപ്പോൾ ഈ ക്വാണ്ടിറ്റേറ്റീവ് കഴിഞ്ഞിട്ട് ജനറൽ ഇംഗ്ലീഷും ആൻഡ് കോംപ്രഹെൻഷനും 200 ക്വസ്റ്റ്യൻസ് ഉണ്ടാകും, 200 മാർക്സ്. അതായത് ഇംഗ്ലീഷിൻ്റെ ക്വസ്റ്റ്യൻസിന് 1 മാർക്കാണ് അവിടെ കിട്ടുന്നത്, ക്വാണ്ടിറ്റേറ്റീവിന് 2 മാർക്കാണ് ഒരു ആൻസർ കറക്റ്റ് ആയി കഴിഞ്ഞാൽ കിട്ടുന്നത്. സ്റ്റാറ്റിസ്റ്റിക്സും 100 ക്വസ്റ്റ്യൻസ് 200 മാർക്ക്. അതായത് സ്റ്റാറ്റിസ്റ്റിക്സിനും ഒരു ക്വസ്റ്റ്യൻ ശരിയായി കഴിഞ്ഞാൽ 2 മാർക്ക് കിട്ടും. ജനറൽ സ്റ്റഡീസും 100 ക്വസ്റ്റ്യൻസ് 200 മാർക്ക്. ഒരു ക്വസ്റ്റ്യൻ കറക്റ്റ് ആയി കഴിഞ്ഞാൽ ഇവർക്കൊക്കെ ഇംഗ്ലീഷ് ഒഴികെ ബാക്കി എല്ലാ സബ്ജക്റ്റിനും 2 മാർക്കാണ്. ഇംഗ്ലീഷ് മാത്രം ഉത്തരം കറക്റ്റ് ആയി കഴിഞ്ഞാൽ 1 മാർക്കാണ് കിട്ടുന്നത്. ഇതെല്ലാം ഓരോ പേപ്പറും നേരത്തെ പറഞ്ഞതാണ്. Tier 2-ന് 4 പേപ്പേഴ്സ് ഉണ്ട്, Tier 1-ന് 4 സെക്ഷൻസ് ഉണ്ടെന്ന് പറഞ്ഞു. ഈ 4 പേപ്പേഴ്സും ഓരോ പേപ്പറിനും നമ്മൾ 2 hours ആണ് കിട്ടുന്നത്. നേരത്തെ Tier 1-ന് ടോട്ടൽ 60 മിനിറ്റ്സ്, 1 hour 60 മിനിറ്റ്സ്, അതായത് 1 മണിക്കൂറാണ് കിട്ടുന്നത്. ഇവിടെ ഓരോ പേപ്പറിനും 2 മണിക്കൂർ വെച്ചിട്ടാണ് കിട്ടുന്നത്. ഇനി നെഗറ്റീവ് മാർക്കിൻ്റെ കേസ് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ ഇവിടെ നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇംഗ്ലീഷ് ഒരു കറക്റ്റ് ആൻസറിന് 1 മാർക്കല്ലേ കിട്ടുന്നത്. അപ്പോൾ ഇംഗ്ലീഷിന് മാത്രം നെഗറ്റീവ് മാർക്കിംഗ് 0.25 മാർക്ക് പോകും. 4 ക്വസ്റ്റ്യൻ തെറ്റിക്കഴിഞ്ഞാലാണ് 1 മാർക്ക് കട്ടാവുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ സ്റ്റാറ്റിസ്റ്റിക്സ്, ജനറൽ സ്റ്റഡീസ്, ക്വാണ്ടിറ്റേറ്റീവ് എബിലിറ്റിക്ക് 1/2 ആണ് കട്ട് ഓഫ്. അതായത് 2 ആൻസർ തെറ്റിക്കഴിഞ്ഞാൽ 1 മാർക്ക് പോകും. അപ്പോൾ നോട്ട് ചെയ്ത് വെക്കാം. ഇംഗ്ലീഷിന് മാത്രം 1/4 ആണ് കട്ട് ഓഫ്. ബാക്കിയുള്ള ബാക്കിയുള്ള പേപ്പേഴ്സിനൊക്കെ 1/2 കട്ട് ഓഫ് വരും, Tier 1 പോലെ തന്നെ. എക്സെപ്ഷൻ കേസ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജ് മാത്രമാണ്. ഓക്കെ, ഇനി ഡിഫറെൻ്റ് ഏബിൾഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് 80 മിനിറ്റ്സ് എക്സ്ട്രാ കിട്ടും. ഓക്കെ, ഇനി നമുക്ക് Tier 1-ൻ്റെ ഏതൊക്കെയാണ് ടോപ്പിക്സ്, നമ്മൾ മാത്സിൻ്റെ ഏതൊക്കെ ടോപ്പിക്സ് ആണ് നമ്മൾ പഠിക്കേണ്ടതെന്ന് നോക്കാം. ആവറേജ്, ബോട്ട് ആൻഡ് സ്ട്രീം, ഫ്രാക്ഷൻസ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആൻഡ് സിമ്പിൾ ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, ഡിസ്കൗണ്ട്, ടൈം ആൻഡ് വർക്ക്, പെർസെൻറ്റേജ്, റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ, സ്ക്വയർ റൂട്ട്സ്, LCM ആൻഡ് HCF, പൈപ്സ് ആൻഡ് സിസ്റ്റം, ക്വാഡ്രിലാറ്ററൽസ്, റെഗുലർ പോളിഗൺസ്, റൈറ്റ് പ്രിസം, right circular cone, right circular cylinder, sphere, partnership, allegation and mixture, time and distance, bar diagram, pie chart, hemisphere, basic algebraic identities, graphs of linear equations, triangles, standard identities, trigonometric ratio, heights and distance, histogram, frequency polygon, data interpretation, miscellaneous.
അപ്പോൾ ഇത്രയും ടോപ്പിക്സ് ആണ് നമ്മൾ Tier 1 വേണ്ടി കവർ ചെയ്യേണ്ടത്. ഏകദേശം ഓരോ സെക്ഷനിൽ നിന്നും ഇപ്പോൾ അലിഗേഷൻ ആൻഡ് മിക്സ്ചർ എടുത്തു കഴിഞ്ഞാൽ ആ ടോപ്പിക്സിൽ നിന്നും മാക്സിമം ഒരു 2 ക്വസ്റ്റ്യൻസ് വരെ ചോദിക്കാൻ സാധ്യതയുണ്ട് ഈ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്. അപ്പോൾ നിങ്ങൾക്ക് ഈ സബ്ജക്റ്റുകളെല്ലാം നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക, റിപ്പീറ്റഡായി സ്പീഡിൽ ചെയ്ത് പഠിക്കുക. എന്നാൽ മാത്രമേ നല്ല സ്കോർ, നമ്മൾ ഇത്ര ടൈം ലിമിറ്റിനകത്ത് എത്ര ക്വസ്റ്റ്യൻസ് നമുക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും, അതാണ് നമ്മുടെ വിജയത്തിന് കാരണമാകുന്നത്. ഓക്കെ, അപ്പോൾ അടുത്തത് ജനറൽ ഇൻ്റലിജൻസ് റീസണിങ് സിലബസ് SSC CGL. അപ്പോൾ റീസണിങ്ങിന് ആൽഫാബറ്റ് ടെസ്റ്റ് ഉണ്ട്, അനലോഗ് ഉണ്ട്, അരിത്തമാറ്റിക് റീസണിങ് ഉണ്ട്, ബ്ലഡ് റിലേഷൻ ഉണ്ട്, ക്ലാസിഫിക്കേഷൻ ഉണ്ട്, കോഡിംഗ്, ഡീകോഡിംഗ്, ലോജിക്കൽ വെൻ ഡയഗ്രാം, മിസ്സിംഗ് നമ്പർ, പേപ്പർ കട്ടിംഗ് ആൻഡ് ഫോൾഡിംഗ്, എംബഡഡ് ഫിഗേഴ്സ്, പാറ്റേൺ കംപ്ലീഷൻ, ഫിഗർ സീരീസ്, കൗണ്ടിങ് ഓഫ് ഫിഗർ, ഡിസ്റ്റൻസ് ആൻഡ് ഡയറക്ഷൻ ടെസ്റ്റ്, സില്ലോജിസം, മെട്രിക്സ്, ക്യൂബ് ആൻഡ് ടൈസ്, മിറർ ഇമേജ്. ഇത്രയും റീസണിങ്ങിൽ വരുന്നതാണ്. ഇത് ഇംഗ്ലീഷ് സിലബസ് ആണ്. ഇംഗ്ലീഷിൻ്റെ സ്പെല്ലിംഗ് കറക്ഷന്, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷന്, ഫ്രേസസ്, ഇഡിയംസ്, സെൻറ്റൻസ് കറക്ഷൻ, എറർ സ്പോട്ടിംഗ്, സിനോണിംസ് ആൻഡ് ആന്റണിംസ്, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, ആക്റ്റീവ് പാസീവ്, റീഡിംഗ് കോംപ്രഹെൻഷൻ, സെൻറ്റൻസ് റീഅറേഞ്ച്മെൻറ്റ്, സെൻറ്റൻസ് ഇംപ്രൂവ്മെൻറ്റ്, ക്ലോസ് ടെസ്റ്റ്. ഇത്രയാണ് നമ്മൾ Tier 1 ഇംഗ്ലീഷ് സിലബസ് എന്ന് പറയുന്നത്. ഇനി നമ്മളുടെ ജനറൽ അവയർനെസ്സിൻ്റെ കേസ് പറയുമ്പോൾ, ജനറൽ അവയർനെസ്സിന് നമുക്കറിയാം കുറേ സബ്ജക്റ്റിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കും അല്ലേ. അപ്പോൾ അതിൻ്റെ വെയിറ്റേജ് നമുക്ക് ഏകദേശം അറിഞ്ഞിട്ടുണ്ടാവണം. അപ്പോൾ നോക്കാം, നമുക്ക് കറണ്ട് അഫയേഴ്സിൽ നിന്ന് ഏകദേശം 5-6 മാർക്കിന് 5-6 ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇൻ്റർനാഷണൽ അഫയേഴ്സും നാഷണൽ അഫയേഴ്സും ഒക്കെയാണ് നമ്മൾ മെയിനായിട്ട് ഈ സബ്മിറ്റുകളും ഒക്കെ നമ്മൾ കറക്റ്റായിട്ട് നോട്ട് ചെയ്ത് പഠിച്ചു വെച്ച് പോകണം. അതുപോലെ തന്നെ ഓരോ ഇമ്പോർട്ടൻറ്റ് ഡേയ്സ്, അതിൻ്റെ തീംസ്, അതൊക്കെ എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പോൾ സാധാരണ നമ്മളിപ്പോൾ ലാഫിംഗ് ഇൻഡെക്സ്, ഹാപ്പിനെസ് ഇൻഡെക്സ് ഒക്കെ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നോർമലി ഹാപ്പിനെസ് ഇൻഡെക്സിന് നമ്മളുടെ ഒരു രാജ്യം ഫസ്റ്റ് പൊസിഷനിൽ വരുന്ന കൺട്രി ഏതാണ്, സെക്കൻഡ് പൊസിഷനിൽ വരുന്ന കൺട്രി ഏതാണ്, അതുപോലെ ഇന്ത്യയിൽ എത്രാമത്തെ പൊസിഷനിലാണ് ഉള്ളത്, ആ ഒരു ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു നോർമലി ചോദിച്ചു വന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഈ കഴിഞ്ഞ SSC CGL എക്സാമിനൊക്കെ ചോദിച്ചിരുന്നത് ഈ ഒരു ഇൻഡെക്സ്, അതായത് ഹാപ്പിനെസ് ഇൻഡെക്സ് ആയാലും അതുപോലെ തന്നെ നമ്മുടെ ഇതുപോലെ തന്നെ കുറേ ടൈപ്പ് ഇൻഡെക്സുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ പബ്ലിഷ് ചെയ്യുന്നത് ആരാണ്, അങ്ങനെയുള്ള ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ മാക്സിമം നോട്ട് ചെയ്ത് വെക്കാം. പിന്നെ എക്കണോമി ആൻഡ് ഫിനാൻസ്, അതിൽ നിന്ന് വെയിറ്റേജ് 2 ആണ്. എക്കണോമിക്സ്, ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ എക്കണോമി. ജോഗ്രഫിയിൽ നിന്ന് 3 to 4 ആണ് വെയിറ്റേജ് വരുന്നത്. ഇന്ത്യൻ ജോഗ്രഫി, വേൾഡ് ജോഗ്രഫി, ഫിസിക്കൽ ജോഗ്രഫി. ഹിസ്റ്ററിയിൽ നിന്ന് 3-4 ആണ് വെയിറ്റേജ്. ഹിസ്റ്ററി ഓഫ് ഇന്ത്യ, വേൾഡ് ഹിസ്റ്ററി. ഇന്ത്യൻ പൊളിറ്റിക്സ് ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ 2-3 ആണ് വരുന്നത് വെയിറ്റേജ്. ഇന്ത്യൻ പൊളിറ്റിക്സ് ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ. സയൻസ് ആൻഡ് ടെക്നോളജി 5 to 6 ആണ് വെയിറ്റേജ്. ബയോളജി, കെമിസ്ട്രി, കമ്പ്യൂട്ടർ, discoveries and inventions, other information and physics, space and defense in India. Static GK 5 to 6 മാർക്കിനാണ് വരുന്നത്. ഓണേഴ്സ് ആൻഡ് അവാർഡ്സ്, ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ്, മിസലേനിയസ്, നാഷണൽ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസ്, അതർ ഇൻഫർമേഷൻ, സ്പോർട്സ്, ആർട്സ്, കൾച്ചർ, ബുക്ക് ആൻഡ് ഓതേഴ്സ്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ജനറൽ അവയർനെസ്സിൻ്റെ. ഇപ്പോൾ ഞാൻ വെയിറ്റേജും പറഞ്ഞു, ഏകദേശം ഏതൊക്കെ ടോപ്പിക്സ് ആണ് നമ്മൾ ബ്രീഫായിട്ട് പറഞ്ഞു പോയുള്ളൂ. അപ്പോൾ അത് നോട്ട് ചെയ്ത് പോവാം. ഇനിയും സിലബസ് Tier 2 സിലബസ് ആണ് പറയുന്നത്. Tier 2 മാത്സ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ സിലബസ്. അതിനകത്ത് സിംപ്ലിഫിക്കേഷൻ ഉണ്ട്, ഇൻട്രസ്റ്റ് ഉണ്ട്, ആവറേജ് ഉണ്ട്, പെർസെൻറ്റേജ്. റീഡിംഗ് ഇംഗ്ലീഷിൽ റീഡിംഗ് കോംപ്രഹെൻഷൻ, സ്പെല്ലിംഗ്, fill in the blanks, phrases and idioms. Statistics collection and representation of data, dispersion, measure of central tendency, moments, skewness and quotas. General awareness finance and accounting, fundamental principle, fundamental financial accounting, basic concepts of accounting. ഇനി quantitative aptitude continuation ആവശ്യം, percentage, ratio and proportion, speed and distance, speed, distance and time, number system, mensuration, data interpretation, time and work, algebra, trigonometry, geometry, data sufficiency. ഇത്രയാണ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്. ഇനി ഇംഗ്ലീഷ് ബാക്കി വരുന്നത് phrases and idioms, one word substitution, sentence correction, error spotting,
ഗ്ലോസ് ടെസ്റ്റ്, പാരാ ജമ്പേഴ്സ്, സിനോണിംസ് ആൻഡ് ആൻറ്റോണിംസ്, ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ്. മൊമെന്റ്സ് ഇത് വന്നിട്ട് നമ്മുടെ ഫിനാൻസിൽ സ്റ്റാറ്റിസ്റ്റിക്സിലാണ്. സ്റ്റാറ്റിസ്റ്റിക്സിൽ വരുന്നത് മൊമെന്റ്സ്, സ്ക്യൂനെസ് ആൻഡ് കോട്ടോയ്സ്, കോറിലേഷൻ ആൻഡ് റിഗ്രഷൻ, റാൻഡം വേരിയബിൾ, രണ്ട് പ്രാവശ്യം എഴുതിയിട്ടുണ്ട്, സാമ്പിളിംഗ് തിയറി, അനാലിസിസ് ആൻഡ് വേരിയൻസ്, ഇൻഡെക്സ് നമ്പേഴ്സ്. ഇനി ഫിനാൻസിൽ നിന്ന് വരുന്നത് ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് അക്കൗണ്ടിങ്, സെൽഫ് ബാലൻസിങ് ലെഡ്ജർ, എറർ സ്പോട്ടിംഗ് ആൻഡ് കറക്ഷൻ, എക്കണോമിക്സ് ആൻഡ് ഗവേണൻസ്, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ, ഫിനാൻസ് കമ്മീഷൻ, തിയറി, ഡിമാൻഡ് ആൻഡ് സപ്ലൈ. ഇനി നമുക്ക് ഓരോന്നിൻ്റെയും വെയിറ്റേജ് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് ടയർ 2-ലാണ് പറയുന്നത്. കറണ്ട് അഫെയർസിൽ ഏകദേശം 5 to 6 ആണ്. എക്കണോമിക് ഫിനാൻസിൽ 2 വരും, ജോഗ്രഫി 3 to 4, ഹിസ്റ്ററി 3 to 4, ഇന്ത്യൻ പൊളിറ്റിക്സ് ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ 2 to 3. അപ്പം ഇതിനകത്ത് കറണ്ട് അഫെയർസിന് ഇൻ്റർനാഷണൽ നാഷണൽ കറണ്ട് അഫെയർസ് വരും. എക്കണോമി ആൻഡ് ഫിനാൻസ് വന്നിട്ട് എക്കണോമിക്സ്, ഫീച്ചേഴ്സ് ഓഫ് ദ ഇന്ത്യൻ എക്കണോമി, ഇന്ത്യൻ ജോഗ്രഫി, വേൾഡ് ജോഗ്രഫി, ഫിസിക്കൽ ജോഗ്രഫി, ഹിസ്റ്ററി ഓഫ് ഇന്ത്യ, വേൾഡ് ഹിസ്റ്ററി, ഇന്ത്യൻ പൊളിറ്റിക്സ് ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ. ഇത്രയാണ് നമ്മളുടെ മെയിൻ ടോപ്പിക്സ് ആയിട്ട് വരുന്നത്. ഇനി സയൻസ് ആൻഡ് ടെക്നോളജിയുടെ വെയിറ്റേജ് 5 to 6, ബയോളജി ഉണ്ടാവും, കെമിസ്ട്രി, കമ്പ്യൂട്ടർ ഡിസ്കവറീസ്, ഇൻവെൻഷൻസ്, അതർ ഇൻഫർമേഷൻ, ഫിസിക്സ്, സ്പേസ്, ഡിഫെൻസ് ഇൻ ഇന്ത്യ. സ്റ്റാറ്റിക് GKയിൽ 5 to 6 ആണ് വെയിറ്റേജ് വരുന്നത്. ഹോണേഴ്സ് ആൻഡ് അവാർഡ്സ്, ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ്, മിസലേനിയസ്, നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസ്, അതർ ഇൻഫർമേഷൻസ്, സ്പോർട്സ്, ആർട്സ്, കൾച്ചർ, ബുക്സ് ആൻഡ് ഓതേഴ്സ്. ഇനി SSC CGL സിലബസ് 2022 അത് ടയർ 2-ൽ വരുന്നത്. നമ്മൾ എന്തൊക്കെയുണ്ട്, 4 സെക്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. 4 സെക്ഷൻസ് അല്ല, 4 പേപ്പേഴ്സാണ്. ക്വാണ്ടിറ്റബിലിറ്റിയും സ്റ്റാറ്റിസ്റ്റിക്സും ജനറൽ സ്റ്റഡീസും ഫിനാൻസ് ആൻഡ് എക്കണോമിക്സ്, ഇംഗ്ലീഷ് ലാംഗ്വേജും കോംപ്രഹെൻഷനും. അപ്പോൾ ഈ tier 1-ഉം tier 2-ഉം പറഞ്ഞു കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണ്. അപ്പോൾ ആദ്യത്തെ 3 സെക്ഷൻസ് പറഞ്ഞിട്ടുണ്ട്. ഇംഗ്ലീഷ് ഒഴികെയുള്ള സെക്ഷൻസ് എല്ലാം എത്ര മാർക്കിനാണ് tier 2-ൽ പറയുന്നത്? 2 marks ആണ് വരുന്നത് ഒരു റൈറ്റ് ആൻസറിന്. ഇംഗ്ലീഷിന് മാത്രം 1 മാർക്കേ കിട്ടുള്ളൂ. നെഗറ്റീവ് മാർക്കിങ്ങും അതനുസരിച്ച് വ്യത്യാസം വരുന്നു എന്ന് പറഞ്ഞു. ഇംഗ്ലീഷിന് 1/4-ഉം ബാക്കിയുള്ള എല്ലാ സബ്ജക്റ്റിനും 1/2 ആണ് നെഗറ്റീവ് മാർക്കിംഗ് വരുന്നത്. അപ്പോൾ ഇത് നെഗറ്റീവ് മാർക്കിംഗ് 0.25 എന്നല്ല, 0.25 ഇംഗ്ലീഷിൻ്റെ മാത്രം നെഗറ്റീവ് മാർക്കിംഗ് ആണ്. ബാക്കി 3 എണ്ണത്തിനും, അതായത് നമ്മുടെ ജനറൽ സ്റ്റഡീസ്, സ്റ്റാറ്റിസ്റ്റിക്സ്, ക്വാണ്ടിറ്റേറ്റീവ് എബിലിറ്റിക്കൊക്കെ എത്ര മാർക്കാണ്? 1/2 ആണ് നെഗറ്റീവ് മാർക്കിംഗ് വരുന്നത്. ഇനി നമ്മൾ പേപ്പർ 1, പേപ്പർ 2 എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ tier 2-ൻ്റെ കേസിൽ പറഞ്ഞില്ലേ 4 പേപ്പേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. ക്വാണ്ടിറ്റേറ്റീവ് പറഞ്ഞു, ഇംഗ്ലീഷും പറഞ്ഞു ഇല്ലേ, ക്വാണ്ടിറ്റേറ്റീവും ഇംഗ്ലീഷ് കോംപ്രഹെൻഷനും പറഞ്ഞു. ആ ഫസ്റ്റ് 2 പേപ്പർ 1 ആൻഡ് പേപ്പർ 2 എല്ലാ പോസ്റ്റിനും കോമൺ ആയിരിക്കും. പക്ഷേ പേപ്പർ 3 എന്ന് പറയുന്നത്, അതായത് സ്റ്റാറ്റിസ്റ്റിക്സ് ആണല്ലേ പേപ്പർ 3, അത് ഏത് പോസ്റ്റിൽ അപ്ലൈ ചെയ്യുന്ന ആൾക്കാർക്കാണ്? സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്ന ആൾക്കാർക്കാണ് ആ ഒരു പേപ്പർ 3 ഉണ്ടാകുക. പേപ്പർ 4-ഉം ആ ഒരു അസിസ്റ്റന്റ് ഓഡിറ്റ് ഓഫീസർ, അതായത് ഫിനാൻസ് ആ സബ്ജക്റ്റ് അല്ല, അത് അസിസ്റ്റന്റ് ഓഡിറ്റ് ഓഫീസർ എന്ന് പറയുന്ന പോസ്റ്റിലൊക്കെ അപ്ലൈ ചെയ്ത ആൾക്കാർക്കാണ് പേപ്പർ 4 ഉണ്ടാകുന്നത്. അപ്പോൾ മസ്റ്റായിട്ട് നോട്ട് ചെയ്യുക, tier 1, tier 2 എന്ന് പറയുന്നത് എല്ലാവരും എല്ലാ പോസ്റ്റിലും അപ്ലൈ ചെയ്യുന്ന ആൾക്കാർക്കും എഴുതേണ്ട എക്സാമാണ് tier 1, tier 2 എന്ന് പറയുന്നത്. ആ tier 2-ൽ തന്നെ 4 പേപ്പേഴ്സ് ഉണ്ട് അല്ലേ, പേപ്പർ 1, പേപ്പർ 2, പേപ്പർ 3, പേപ്പർ 4 എന്ന് പറഞ്ഞിട്ട്. അതായത് പേപ്പർ 1 ക്വാണ്ടിറ്റേറ്റീവും പേപ്പർ 2 ഇംഗ്ലീഷാണ്. അതിനകത്ത് പേപ്പർ 1, പേപ്പർ 2 എന്ന് പറയുന്നത് എല്ലാ പോസ്റ്റിലും അപ്ലൈ ചെയ്യുന്ന ആൾക്കാർക്കും എഴുതേണ്ട എക്സാമാണ് പേപ്പർ 1, പേപ്പർ 2. ഓക്കെ, എൻ്റെ ഇംഗ്ലീഷ് 200 മാർക്കും, മാത്സ് 100 ക്വസ്റ്റ്യന് 200 മാർക്ക് മാത്സിനും കിട്ടും. ഓക്കെ, അപ്പോൾ അത് രണ്ടും എല്ലാവരും എഴുതേണ്ടതായിട്ട് വരും. ബാക്കി പേപ്പർ 3 എന്ന് പറയുന്ന സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് നമ്മളെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ എന്ന് പറയുന്ന പോസ്റ്റിൽ അപ്ലൈ ചെയ്യുന്ന ആൾക്കാർ എഴുതേണ്ടതാണ്. പേപ്പർ 4 എന്ന് പറയുന്നത് അസിസ്റ്റന്റ് ഓഡിറ്റ് ഓഫീസർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്ന ആൾക്കാർ എഴുതേണ്ടതാണ്. അപ്പോൾ അതെല്ലാവരും നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ സിലബസ് കോമൺ ആയിട്ട് എല്ലാവരും നോക്കേണ്ടത്, അപ്പം നമ്മളിപ്പം ക്വാണ്ടിറ്റേറ്റീവിൻ്റെ tier 1-ൽ സിലബസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇംഗ്ലീഷിൻ്റെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മസ്റ്റായിട്ട് നമ്മൾ tier 2-ൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സിലബസ് ഒക്കെ ഏകദേശം സെയിം ആണ്, പക്ഷേ അതിൻ്റെ ഒരു ടഫ്നെസ് കൂടി വരും. അതായത് നമ്മുടെ tier 1-നേക്കാളും ടഫായിരിക്കും tier 2-ലെ ക്വസ്റ്റ്യൻസ്.
അപ്പം Tier 2-ലെ മാത്സിൻ്റെ സിലബസ് അതിൻ്റെ വെയിറ്റേജ് നോക്കാം. റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ്റെ വെയിറ്റേജ് 2 ആണ്. LCM SAFൻ്റെ 2 ആണ്. പെർസെൻറ്റേജസിൻ്റെ 5 ആണ്. ബോർഡ്സ് ആൻഡ് സ്ട്രീംസ് 1 ആണ്. ആവറേജ് 4 to 5 ആണ്. മിക്സ്ചർ ആൻഡ് ഡെലിഗേഷൻ 4 to 5 ആണ്. ജോമെട്രി എന്ന് പറയുമ്പോൾ എന്തൊക്കെ ഉണ്ടാവും? സർക്കിൾസ്, ട്രയാങ്കിൾസ്, ക്വാഡ്രിലാറ്റേഴ്സ്, പിന്നെ എക്സെട്ര അത് തുടങ്ങി വേറെ കുറേയൊക്കെ ഉണ്ട്. 7 to 8 ആണ് വെയിറ്റേജ്. മെൻട്രേഷൻ, ക്യൂബ്, സിലിണ്ടർ, സ്ഫിയർ, പിരമിഡ് അതൊക്കെ ഉണ്ടാവും. അതിൽ വെയിറ്റേജ് 7 to 8 ആണ്. ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ്റെ വെയിറ്റേജ് 8 to 10 ആണ്. ട്രിഗണോമെട്രിയുടെ വെയിറ്റേജ് 7 to 8 ആണ്. ഇനി സ്പീഡ്, ടൈം ആൻഡ് ഡിസ്റ്റൻസിൻ്റെ വെയിറ്റേജ് 6 to 7, പാർട്ട്ണർഷിപ്പ് 2 to 3, സിമ്പിൾ ഇൻട്രസ്റ്റ് ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ 4 to 5, പൈപ്സ് ആൻഡ് സിസ്റ്റം 2, പ്രോബ്ലംസ് ഓൺ ഏജസ് 2, ടൈം ആൻഡ് വർക്ക് 5 to 6, ആവറേജ് 4 to 5, പ്രോഫിറ്റ് ലോസ് ആൻഡ് ഡിസ്കൗണ്ട് 7 to 8, മിസലേനിയസ് 2. ഇനി ഹൈറ്റ്, ഡിസ്റ്റൻസ് 1 to 2, ആൾജിബ്ര 9 to 10, കോർഡിനേറ്റ് ജിയോമെട്രി 2, മിസലേനിയസ് 3 to 4. അപ്പം ഈ അഡ്വാൻസ്ഡ് മാത്സ് ആണ് ഇതൊക്കെ. ജിയോമെട്രി, മെൻസുറേഷൻ, ഡാറ്റ ഇൻ്റർപ്രിട്ടേഷനൊക്കെ അഡ്വാൻസ്ഡ് മാത്സ് ആണ്. ഓക്കെ, ഇനി സിലബസ് ഇംഗ്ലീഷിൻ്റെ ഓരോ ടോപ്പിക്സിൻ്റെ വെയിറ്റേജ് നോക്കാം. റീഡിങ് കോംപ്രഹെൻഷൻ 25 മുതൽ 30, പാരാ ജമ്പേഴ്സ് 21 മുതൽ 30, ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച് 23 to 25, സിനോണിംസ് ആൻഡ് ആനണിംസ് 7 to 8, ഇഡിയംസ് ആൻഡ് ഫ്രേസസ് 4 to 5, സെൻറ്റൻസ് ഇംപ്രൂവ്മെൻറ്റ് 20 to 22, ആക്റ്റീവ് വോയിസ് 20 to 22, 50 ക്ലോസ് ടെസ്റ്റ് 20 to 25, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ 8 to 10. അപ്പോൾ ഇതിനകത്ത് സിലബസിൽ നോക്കുമ്പോൾ തന്നെ നമുക്കൊരു ഐഡിയ കിട്ടും. ഇതിനകത്ത് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച് അതിൽ നിന്നും 23 മുതൽ 25 മാർക്സിനുള്ള ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. അപ്പം അത് പിന്നെ നമ്മുടെ ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസസ് ഒക്കെ നന്നായിട്ട് ഫോക്കസ് ചെയ്താൽ തന്നെ നല്ല മാർക്ക് നമുക്ക് ഇതിനകത്ത് സ്കോർ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇനി എറർ സ്പോട്ടിങ് 20 മാർക്സിന്, കറക്റ്റ് സ്പെല്ലിങ്ങിന് 3 to 4, ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് 5 to 6, മിസലേനിയസ് 9 to 10. ഇനി ഇത് SSC CGL സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ സിലബസ് ആണ്. സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസർ പോലുള്ള പോസ്റ്റുകൾക്ക് അപ്ലൈ ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് വരുന്നതാണ്. അപ്പോൾ അതിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞാൽ collection, classification and presentation of statistical data, primary and secondary data, methods of data collection, tabulation of data, graphs and charts, frequency distribution, diagrammatic representation of frequency distribution, measures of central tendency, common measures of central tendency, mean, median and mode, partition rule values, quartiles, deciles, percentiles, mensuration, measures of dispersion, common measures dispersion, range, quartile, deviation, mean deviation, standard deviation, measures of relative dispersion, moments, skews, quartiles, different types of moments and their relationship, the meaning of skewness and quartiles, different measures of skewness and quartiles. Correlation regression, scatter diagram, simple correlation coefficient, simple regression lines, Spearman's ranks correlation, measures of the association of the attributes, multiple regression, multiple and partial correlation for 3 variables only. Probability theory. Important topics in the Tier 2 SSC CGL syllabus including meaning of probability, different definition of probability, conditional probability, compound probability, independent events, Bayes theorem. ഇത്രയാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസറിന്. രണ്ടെണ്ണം കൂടി ഉണ്ട്. റാൻഡം വേരിയബിൾ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ, റാൻഡം വേരിയബിൾ പ്രോബബിലിറ്റി ഫംഗ്ഷൻസ്, എക്സ്പെക്ടേഷൻ ആൻഡ് വേരിയേഷൻസ് ഓഫ് ദ റാൻഡം വേരിയേഷൻ അല്ല വേരിയൻസ് ഓഫ് റാൻഡം വേരിയബിൾ, ഹയർ മൊമെന്റ്സ് ഓഫ് എ റാൻഡം വേരിയബിൾ, ബൈനോമിയൽ, Poisson, normal and exponential distributions, joint distribution of 2 random variables, discrete. Index numbers, meaning of index numbers, problems in construction of the index numbers, types of index numbers, different formulae, base shifts, spicing of index numbers, cost of living index numbers, uses of index numbers. Sampling theory,
concept of the population and sample, parameters and statistics, sampling and non-sampling errors, probability and non-probability sampling techniques, simple random sampling, stratified sampling, multi-stage sampling, multi-phase sampling, cluster sampling, systematic sampling, porpoise sampling, convenience sampling and quota sampling. Sampling distribution statement only, sampling size decisions, statistical inference, point estimation and interval estimation, properties of a good estimator, methods of the estimation, moments method, maximum likelihood method, least square method, test of hypothesis, a basic concept of testing, small sampling and large sample tests, test based Z, T, chi square and F statistic, confidence intervals. Analysis of variance, analysis of one-way classified data and two-way classified data, time series analysis, component of time series, determination of trend components by different method and measurement of seasonal variation by different methods. SSC CGL exam Tier 2 General Studies and Finance Economics ഉണ്ട് അത് ഓഡിറ്റ് ഓഫീസറിനൊക്കെ വരുന്നതാണ്. അപ്പോൾ അത് എത്രയാണ് 100 ക്വസ്റ്റ്യൻസ് ഉണ്ടാകും, 200 മാർക്സിനാണ് ചോദിക്കുന്നത്. ഫിനാൻസ് അക്കൗണ്ട്സ് ഏകദേശം അതിനകത്ത് പാർട്ട് എ ആണ് ഫിനാൻസ് ആൻഡ് അക്കൗണ്ട്സ് വരുന്നത്, 80 മാർക്സിനാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. Okay, financial accounting, natural scope, limitation of financial accounting, basic concepts and conventions, generally accepted accounting principles, basic concepts of accounting, single and double entry, books of original entry, bank reconciliation, journal, ledger, trial balance, rectification of errors, manufacturing, trading, profit and loss, appropriation accounts, balance sheet, distinction between capital and revenue expenditure, depreciation accounting, valuation of inventories, non-profit organizations accounts, receipts and payment and income and expenditure accounts, bill of exchange, self-balancing ledgers. Part B എക്കണോമിക്സ് ആൻഡ് ഗവേണൻസ് 120 മാർക്സിന്, അതായത് 60 ക്വസ്റ്റ്യൻസ് എക്കണോമിക്സ് ആൻഡ് ഗവേണൻസിൽ നിന്നും, അതുപോലെ 40 ക്വസ്റ്റ്യൻസ് ഫിനാൻസ് ആൻഡ് അക്കൗണ്ട്സിൽ നിന്ന് ഉണ്ടാകും. അപ്പോൾ 60 ക്വസ്റ്റ്യൻസ് വന്നിട്ട് 2 മാർക്സിന്, അപ്പോൾ ടോട്ടൽ 120 മാർക്സ് ഈ സെക്ഷനിൽ ചോദിക്കും. അപ്പം ഇത് കൺട്രോൾ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ, അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ്, റോള്, റെസ്പോൺസിബിലിറ്റി, ഫിനാൻസ് കമ്മീഷൻ റോൾ ആൻഡ് ഫങ്ഷൻസ്, basic concept of the economics and introduction of the microeconomics, definition, scope, nature of the economics, methods of the economic study, central problems of an economic, production possibilities curve. Ni theory, demand and supply എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് meaning and determinant of demand, law of demand and elasticity of demand, price, theory of the consumer's behavior, income and cross elasticity, Marshallian approach and indifference curve approach, meaning and determinants of supply, law of supply, the elasticity of supply. The theory of the production of the cost, meaning and factors of the production, law of production, law of variable proportion and law of return to the scale, forms of market and price determination in different markets, various forms of market, perfect competition, monopoly, monopolistic competition, monopolistic competition, oligopoly, price determination in these markets. Indian economy il varunathu nature of Indian economy, role of different sectors, role of agriculture, industry, service, their problems and growth, national income of India, concepts of the national income, different methods of the measuring national income, poverty and unemployment, absolute and correlative property, types, cause and incidence of unemployment, infrastructure, energy, transportation, communication, population, its size, rate of growth and its implication on economic growth. In economic reforms in India, economic reforms
Since 1991, liberalization, privatization, globalization, disinvestment, money and banking, monetary, fiscal policy, role and functions of Reserve Bank of India, functions of commercial banks, RRB, payment banks, budget and fiscal deficits and balance of payments, fiscal responsibility, budget management, Act 2003. Role of information technology in governance. ഇനി SSC CGL ഇപ്പോൾ ടയർ 2ൻ്റെ ഏകദേശം കാര്യങ്ങൾ പേപ്പേഴ്സ് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടയർ 1 ടയർ 2 രണ്ടും എല്ലാവർക്കും കോമൺ അല്ലേ, ഇതൊക്കെ പോസ്റ്റിൽ അപ്ലൈ ചെയ്തിട്ടുള്ളവർക്ക് എല്ലാവർക്കും കോമൺ ആണ്. ഇനി ടയർ 3യുടെ പ്രത്യേകത നമുക്ക് നോക്കാം. ടയർ 3 എന്ന് പറയുന്നത് ഓഫ്ലൈൻ ആണ്, ഓഫ്ലൈൻ പെൻ ആൻഡ് പേപ്പർ ടൈപ്പാണ്. അപ്പോൾ അത് ഏകദേശം 100 മാർക്കിനാണ്, 60 മിനിറ്റ്സിലാണ്, 100 മാർക്കിന് 60 മിനിറ്റ്സിലാണ് വരുന്നത്. ഇപ്പം PWD വരുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും അവർക്ക് വരുമ്പോൾ ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വരുന്നത് ഏകദേശം 80 മിനിറ്റ്സ് എക്സ്ട്രാ അവർക്ക് കിട്ടും. 80 മിനിറ്റ്സ് എക്സ്ട്രാ അല്ല, 80 മിനിറ്റ്സ് ആണ് അവരുടെ ടോട്ടൽ ടൈം ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. ടയർ 3 കാൻഡിഡേറ്റ്സ് ആർക്കൊക്കെയാണ്? ടയർ 3 സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ, ഗ്രേഡ് 2 കമ്പൈലർ. ഓക്കെ, ടയർ 3 എല്ലാവർക്കും വരില്ല, കോമൺ വരുന്നത് ടയർ 1 ടയർ 2 ആണ്. ടയർ 3 സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ഗ്രേഡ് 2വിനും കമ്പൈലർക്കുമാണ് ടയർ 3 എക്സാം വരുന്നത്. അത് ഡിസ്ക്രിപ്റ്റീവ് പേപ്പറാണ്, എസ്സേ റൈറ്റിംഗ്, പ്രിസൈസ്, ലെറ്റർ, ആപ്ലിക്കേഷൻ, ഇതൊക്കെ ആയിരിക്കും വരുന്നത്. 100 മാർക്കിന് 1 മണിക്കൂർ. ഇനി ടിയർ 4 എന്ന് പറയുമ്പോൾ ടിയർ 4ഉം എല്ലാ പോസ്റ്റിലുള്ള ആൾക്കാർക്കും വരുന്ന എക്സാം ഒന്നുമല്ല. അത് ഏകദേശം അതും കമ്പ്യൂട്ടർ ബേസ്ഡ് അസസ്മെൻറ്റ്, അത് കമ്പ്യൂട്ടർ അസസ്മെൻറ്റ് ടെസ്റ്റും ഉണ്ടാവും, ഡാറ്റ എൻട്രി സ്പീഡ് ടെസ്റ്റും ഉണ്ടാവും, CPT കമ്പ്യൂട്ടർ പ്രൊഫിഷ്യൻസി ടെസ്റ്റും, DPT ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ഡാറ്റ എൻട്രി സ്പീഡ് ടെസ്റ്റുമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ടയർ 4ൻ്റെ ഇപ്പം CPT എന്ന് പറയുമ്പോൾ പ്രൊഫിഷ്യൻസി ഇതിലൊക്കെയാണ് വേർഡ് പ്രോസസ്സിങ്, സ്പ്രെഡ്ഷീറ്റ്, സ്ലൈഡ്, പവർ പോയിന്റ് പ്രസൻറ്റേഷൻ, അതിൻ്റെ പ്രൊഫിഷ്യൻസിയാണ് അവർ നോക്കുന്നത്. മെയിനായിട്ട് ഇത് ചോദിക്കുന്നത് ഏതൊക്കെ പോസ്റ്റിനാണെന്ന് വെച്ചാൽ CSS, MEA, ഇൻസ്പെക്ടർ, അതായത് സെൻട്രൽ SISൽ ഇൻസ്പെക്ടർ, പ്രിവെൻറ്റീവ് ഓഫീസർ, ഇൻസ്പെക്ടർ, എക്സാമിനർ, ഈ പോസ്റ്റിലൊക്കെയാണ് കമ്പ്യൂട്ടർ പ്രൊഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ടാകുന്നത്. ഡാറ്റ എൻട്രി സ്പീഡ് ടെസ്റ്റ് എന്ന് പറയുന്നത് കാൻഡിഡേറ്റിൻ്റെ ടൈപ്പിംഗ് എബിലിറ്റീസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് ഏകദേശം 2000 വേർഡ്സ് ഏകദേശം 50 മിനിറ്റ്സിൽ ടൈപ്പ് ചെയ്യണം. 2000 വേർഡ്സ് ഇംഗ്ലീഷിലാണ് ടെസ്റ്റ് വരുന്നത്. 2000 വേർഡ്സ് 15 മിനിറ്റ്സിൽ നമ്മൾ ടൈപ്പ് ചെയ്യണം. ഇത് സാധാരണ വരുന്നത് ടാക്സ് അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന പോസ്റ്റിൽ അപ്ലൈ ചെയ്യുന്ന ആൾക്കാർക്കാണ്. അത് സെൻട്രൽ എക്സൈസും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിലും. ഓക്കെ, ടാക്സ് അസിസ്റ്റൻ്റ് സെൻട്രൽ എക്സൈസും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റും. കമ്പ്യൂട്ടർ പ്രൊഫിഷ്യൻസി ഈ പോസ്റ്റുകൾക്കും CSS, MEA, ഇൻസ്പെക്ടർ പോസ്റ്റ് ഇതിലൊക്കെ സെൻട്രൽ എക്സൈസ്, പ്രിവെൻറ്റീവ് ഓഫീസർ, എക്സാമിനറിലൊക്കെ വരും. സ്പീഡ് ടെസ്റ്റ് വരുന്നത് നമ്മുടെ ടാക്സ് അസിസ്റ്റൻ്റ് ആണ്. അത് സെൻട്രൽ എക്സൈസും ഇൻകം ടാക്സ് സെക്ഷനിൽ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആൾക്കാർ അപ്ലൈ ചെയ്യുന്ന ആൾക്കാർക്കാണ്. ഇനി നമ്മളിപ്പോൾ കമ്പ്യൂട്ടർ പ്രൊഫിഷ്യൻസി ടെസ്റ്റിൻ്റെ കാര്യം പറഞ്ഞു. അതിൽ 3 മോഡ്യൂളായിട്ടാണ് അവർ ടെസ്റ്റ് ചെയ്യുന്നത്. അതിനകത്ത് ഫസ്റ്റ് മോഡ്യൂൾ എന്ന് പറയുന്നത് ആദ്യത്തെ മോഡ്യൂള് വേർഡ് പ്രോസസ്സിംഗ് ടെസ്റ്റാണ്. 2000 കീ ഡിപ്രഷൻസ് ആണ്. അപ്പോൾ ടെസ്റ്റിംഗ് സ്പീഡ്, ടെസ്റ്റിംഗ് സ്പ്രെഡ്ഷീറ്റ് ഇൻ മൈക്രോസോഫ്റ്റ് എക്സൽ, അത് 15 മിനിറ്റ്സിനാണ്. ടെസ്റ്റിംഗ് പവർ പോയിന്റ്, മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് 15 മിനിറ്റ്സ് ആണ്. അപ്പോൾ നമ്മൾ മോഡ്യൂൾ 1 ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഏകദേശം നമ്മൾ ഹാൻഡ് റൈറ്റിംഗ് 1 പാരഗ്രാഫ് ടു 50 to 60 വേർഡ്സ് ഇൻ ഡാറ്റ എൻട്രി പാസേജ് ഹിമോൺ. അപ്പോൾ നമുക്ക് ഏത് പാസേജ് ആണോ നമുക്ക് ടൈപ്പ് ചെയ്യാൻ തന്നിട്ടുള്ളത് അതിൻ്റെ ഒരു പാരഗ്രാഫ് ഏകദേശം 50 to 60 വേർഡ്സ് ഉണ്ടാകണം. അത് നമ്മൾ നമ്മുടെ ഹാൻഡ് റൈറ്റിങ്ങിൽ എഴുതണം. അതാണ് മോഡ്യൂൾ 1 കഴിഞ്ഞിട്ടുള്ള ഒരു ടാസ്ക് കൊടുക്കുന്നത്. ടാസ്ക് 2, അതായത് ഈ ടാസ്ക് കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് ടാസ്ക് 2 ചെയ്യാൻ പറ്റുന്നത്. ടാസ്ക് 2ൽ പറയുന്നത് മൈക്രോസോഫ്റ്റ് എക്സലിൽ നമ്മൾ തന്നിട്ടുള്ള എന്താണോ ആ വർക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അവരോട് ഡെസ്റ്റിനേഷൻ പറയും. അതിനകത്തേക്ക് ആ സ്പ്രെഡ്ഷീറ്റിനെ സേവ് ചെയ്യണം. സേവ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് പ്രിൻ്റ് ഔട്ട് എടുക്കണം. സ്പ്രെഡ്ഷീറ്റ് ടൈപ്പ് ചെയ്ത് അവർ പറയുന്ന ഡെസ്റ്റിനേഷനിൽ
സേവ് ചെയ്യണം. സേവ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കണം. അത് കഴിഞ്ഞാലാണ് മൂന്നാമത്തെ മോഡ്യൂൾ അവർ ചെയ്യാൻ വേണ്ടി തരുന്നത്. മൂന്നാമത്തെ മോഡ്യൂളിൽ പറയുന്നത് നമ്മൾ പവർ പോയിന്റിലാണ് ചെയ്യേണ്ടത്. പവർ പോയിന്റിൽ അവർ തന്നിട്ടുള്ള ടാസ്ക് ചെയ്യുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്ത് തന്നിട്ടുള്ള ഡെസ്റ്റിനേഷനിൽ നമ്മൾ സേവ് ചെയ്യുക. സേവ് ചെയ്തിട്ട് അതും പ്രിൻ്റ് ഔട്ട് എടുക്കുക. ഇങ്ങനെ 3 മോഡ്യൂളിലായിട്ടാണ് Tier 3 നമ്മുടെ കമ്പ്യൂട്ടർ പ്രൊഫഷ്യൻസി ടെസ്റ്റ് അവർ ചെയ്യുന്നത്. അപ്പോൾ Tier 3 പ്രത്യേകത എന്ന് പറയുന്നത് അതിന് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ്റെ കാര്യമല്ല അതിനകത്ത് വരുന്നത്. ആ ടെസ്റ്റ് പാസ്സായോ ഫെയിലായോ അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ പാസ്സായെങ്കിൽ നമ്മൾ ആ എക്സാമിന് ഇന്നായി, ബാക്കിയുള്ള മാർക്കിൻ്റെ ബേസിസിൽ നമുക്ക് അഡ്മിഷൻ കിട്ടും, ജോബിലേക്ക് നമുക്ക് കയറാൻ പറ്റും. പക്ഷേ നമ്മൾ ഫെയിലായെങ്കിൽ ഫെയിൽഡ് അങ്ങനെ പറഞ്ഞ് കാണിക്കും. ഇതിന് മാർക്കൊന്നും ഉണ്ടാവില്ല Tier 4 കേസ് വരുമ്പോൾ. അപ്പോൾ നമ്മൾ SSC CGL എക്സാമിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്, 4 ഇപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് അതുപോലെ തന്നെ റീസണിങ്ങിൻ്റെ കേസ് പറയുകയാണെങ്കിൽ അത് നന്നായിട്ട് പഠിച്ചിട്ട് നമുക്ക് നന്നായിട്ട് നല്ല സ്പീഡിൽ വർക്കൗട്ട് ചെയ്യാൻ പറ്റണം. നല്ല സ്പീഡിൽ വർക്കൗട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ആ ടൈം ലിമിറ്റിനകത്ത് കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് നല്ല സ്കോർ വാങ്ങിക്കാൻ പറ്റുള്ളൂ. അപ്പം ആ ഒരു സ്പീഡ് കിട്ടാൻ വേണ്ടി നമ്മൾ ഡെയിലി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്കൗട്ട് ചെയ്ത് നോക്കുക, മോക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക. പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് ജനറൽ അവയർനെസ് എന്ന് പറയുന്ന സെക്ഷൻ എന്ന് പറയുന്നത് ഏകദേശം 7 to 8 മിനിറ്റ്സിനകത്ത് നമുക്ക് ആ ക്വസ്റ്റ്യൻസ് എല്ലാം പെട്ടെന്ന് കവർ ചെയ്ത് തീർക്കണം, എക്സാമിന് ആൻസർ ചെയ്ത് തീർക്കണം. അപ്പം നമ്മൾക്ക് ഈ എക്സാമിന് നമുക്കൊരു മോക്ക് ടെസ്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് എത്രത്തോളം സ്പീഡ് ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ വീക്ക് ഏരിയാസ് ഏതാണ്, അതിനെ പറ്റിയൊക്കെ ഉള്ള ഒരു ഐഡിയ കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ വീക്ക് ഏരിയാസ് ഒക്കെ ഫൈൻഡ് ചെയ്തിട്ട് അതിനു വേണ്ടി കുറച്ചും കൂടി ടൈം സ്പെൻഡ് ചെയ്ത് നമ്മൾ വർക്കൗട്ട് ആ ഒരു സെക്ഷനിൽ ടോപ്പിക്കിൽ വർക്കൗട്ട് ചെയ്ത് നോക്കുക. വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ ഒരു സെക്ഷൻ നന്നായിട്ട് ക്ലിയർ ആയി കിട്ടും. അതുപോലെ തന്നെ എക്സാം അടുക്കുന്ന സമയത്ത് നമ്മൾ പുതിയ സെക്ഷൻ പഠിക്കാനൊന്നും ട്രൈ ചെയ്യരുത്. നമ്മൾ മാക്സിമം റിവിഷൻസ് എത്രയോ തവണ റിവിഷൻ ചെയ്താൽ മാത്രമേ അത്രയും കറക്റ്റായിട്ട് നമുക്ക് എക്സാമിന് പ്രസൻറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് SSC CGL എക്സാം പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവരും മാക്സിമം നല്ല രീതിയിൽ മോക്ക് ടെസ്റ്റും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ വർക്കൗട്ട് ചെയ്ത് നോക്കുക. നമുക്ക് കൈക്ക് നല്ല സ്പീഡ് വന്നാൽ മാത്രമേ നമുക്ക് എക്സാം പാസ്സാവാൻ പറ്റുള്ളൂ. അപ്പോൾ നല്ല പോസ്റ്റുകളിലേക്കുള്ള സെലക്ഷനാണ് നമുക്ക് ഉണ്ടാവുക. അതായത് ഗ്രൂപ്പ് B, ഗ്രൂപ്പ് C പോസ്റ്റുകളിലേക്കാണ് നമ്മളെ സെലക്ട് ചെയ്യുന്നത്. സെൻട്രൽ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കായിരിക്കും. ഓരോ പോസ്റ്റുകളെയും അക്കൗണ്ട് സ്റ്റാറ്റിസ്റ്റിക് ഓഫീസർ, ഓഡിറ്റ് ഓഫീസർ അങ്ങനെ പറഞ്ഞിട്ടുള്ള ഡെസിഗ്നേഷൻ തന്നെ നല്ലൊരു ഡെസിഗ്നേഷൻ തന്നെ ആയിരിക്കും. നമുക്ക് നല്ല വാല്യൂ കിട്ടുന്ന ജോബും പോസ്റ്റുകളൊക്കെയാണ്. അപ്പോൾ SSC എക്സാമിന് മാക്സിമം എല്ലാവരും നോട്ടിഫിക്കേഷനൊക്കെ വന്നു കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നന്നായിട്ട് വായിച്ച് നോക്കി നല്ല കറക്റ്റായിട്ട് തന്നെ ആപ്ലിക്കേഷൻ ഫോമൊക്കെ ഫില്ല് ചെയ്യുക. ഓൺലൈൻ ബേസ്ഡ് ആയിട്ടാണ് ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യേണ്ടത്. ഇൻകറക്റ്റ് ആയിട്ടൊന്നും ചെയ്യരുത്. തെറ്റി കഴിഞ്ഞാൽ നമ്മളുടെ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ്റെ സമയത്ത് നമ്മളെ ഫെയിലാക്കും അവർ. അപ്പോൾ അതുകൊണ്ട് കറക്റ്റായിട്ട് നമ്മൾ ആപ്ലിക്കേഷനൊക്കെ ഫില്ല് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും എക്സാം എഴുതാൻ പോകുന്ന എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. എൻ്റെ ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. എക്സാംസ് ഡെയിലി ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ദാറ്റ്സ് ഓൾ. താങ്ക് യു.